പുറത്തു പോയി പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഒരുപാട് പേരുണ്ട്. പക്ഷെ പലരെയും അങ്ങനെ പോകുന്നതിൽ നിന്നും ആ ഒരു സ്വപ്നം കാണുന്നതിൽ നിന്ന് തന്നെ തടയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പൈസ എങ്ങനെ നോക്കിയിട്ടും കൂടുന്നില്ല എന്നുള്ളതാണ്. അതായത് സ്വപ്നങ്ങൾ വലുതാണ്, കീശ ചെറുതാണ് എന്ന് പറയുന്നൊരു പ്രശ്നം. അപ്പോൾ ഇവിടെ നമ്മൾ കാലേ കൂട്ടി തന്നെ നമ്മുടെ ഫൈനാൻസ് കാര്യങ്ങൾ എല്ലാം കറക്റ്റായി മനസ്സിലാക്കിയാൽ ഒരു പക്ഷേ നമുക്ക് കൂട്ടിവെച്ച് പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് നമ്മൾ കറക്റ്റായിട്ട് ആലോചിക്കണം, എന്തൊക്കെയാണ് ഒരു പുറം രാജ്യത്തേക്ക് പഠിക്കാൻ പോകേണ്ടി വന്നാൽ നമുക്കുണ്ടാകുന്ന എക്സ്പെൻസുകൾ. ഞാൻ അത്തരത്തിലുള്ള എല്ലാ എക്സ്പെൻസുകളെ കുറിച്ചും ഈ വീഡിയോനകത്ത് സംസാരിക്കുന്നുണ്ട്. എണ്ണി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ 10 എക്സ്പെൻസാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ട് വരാൻ പോകുന്നത്. ഈ 10 എണ്ണത്തിൽ 10 എണ്ണം എല്ലാവരും ആലോചിക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ചിലതൊക്കെ ചിലർ മറന്നു പോകാറുണ്ട്. മെയിൻ സാധനങ്ങൾ മാത്രമേ ഓർക്കുള്ളൂ. പിന്നെ ലാസ്റ്റാണ് ഇങ്ങനൊരു എക്സ്പെൻസ് വരാനുണ്ടല്ലേ എന്ന കാര്യം പലരും ചിന്തിക്കുന്നത്. അതുകൊണ്ട് പുറത്തു പോയി പഠിക്കണം എന്നൊരാഗ്രഹം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ഈ വീഡിയോ ദയവായി മുഴുവനായി കാണുക. അത് എത്ര നേരത്തെ നിങ്ങൾ കാണുന്നോ അത്രമാത്രം നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിന് അത് ഉപകരിക്കും. രാജ്യത്ത് പോയി പഠിക്കുമ്പോഴും നമുക്ക് ആദ്യം വേണ്ടി വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ട്യൂഷൻ ഫീ ആണ്. ഇതാണ് മിക്കവാറും കേസിൽ ഇതിലെ ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് ആയിട്ട് വരുന്ന ഒരു സംഭവം. ഈ ട്യൂഷൻ ഫീ എന്ന് പറയുമ്പോൾ ഓരോ രാജ്യത്തിനും അത് ഡിഫറൻ്റ് ആണെന്നുള്ളത് ഓർക്കുക. ഇനി ഓരോ രാജ്യത്തിനും അത് ഡിഫറൻ്റ് ആണെന്നുള്ളത് മാത്രമല്ല, ഓരോ യൂണിവേഴ്സിറ്റിക്കും അത് ഡിഫറൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ UK പോകാൻ ആഗ്രഹിക്കുന്നു. UK എല്ലാ കോളേജുകളിലെയും ട്യൂഷൻ ഫീ ഒന്നാണോ? ഒരിക്കലും അല്ല. ഓരോ ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റി നിങ്ങൾ പിക്ക് ചെയ്യുന്ന കോഴ്സിനനുസരിച്ചും ഈ ട്യൂഷൻ ഫീ ഡിഫർ ചെയ്യും. പിന്നെ ഈ ട്യൂഷൻ ഫീയിൽ ജനറലായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ UK ഒരു കോമൺ ട്യൂഷൻ ഫീ ഇത്ര ലക്ഷം മുതൽ ഇത്ര ലക്ഷം വരെ എന്ന് പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പറ്റില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പം നമ്മൾ ഓക്സ്ഫോർഡ് ലെവലിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന് വിചാരിക്കൂ. അവിടെ നമ്മളൊരു ബാച്ചിലർ ഡിഗ്രി പഠിക്കാൻ പോയാൽ ഒരു 40 ലക്ഷം to 60 ലക്ഷം പെർ ഇയർ നമ്മൾ കാണേണ്ടി വരും ട്യൂഷൻ ഫീ ആയിട്ട്. പക്ഷേ അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് UK 8 ലക്ഷം മുതൽ 12 ലക്ഷം വരെ പഠിക്കാൻ പറ്റുന്ന, അതായത് ആ ഒരു ഫീ കൊടുത്തിട്ടും പഠിക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികളും ഉണ്ട്. അപ്പോൾ അത് ഓരോ ലെവൽ ഓഫ് യൂണിവേഴ്സിറ്റീസ് ആണ്. സോ ജനറലൈസ് ചെയ്തിട്ട് നമുക്ക് ഒരു രാജ്യത്തെക്കുറിച്ചും ഇത്രയാണ് ഈ രാജ്യത്ത് പോയി പഠിക്കാൻ പറ്റുന്ന ട്യൂഷൻ ഫീ എന്ന് പറയാൻ സാധിക്കാറില്ല. ഇനി ചില രാജ്യങ്ങളിൽ നിങ്ങൾക്ക് അറിയാം ട്യൂഷൻ ഫീ വേവ്ഡ് ആണ്. ഫോർ എക്സാമ്പിൾ ജർമ്മനി എന്നുള്ള വാക്ക് ഞാൻ പറയാൻ കാര്യം കൂടുതൽ ആൾക്കാർ ഫ്രീ ട്യൂഷൻ എന്ന് പറഞ്ഞ് പോകുന്നൊരു കൺട്രിയാണ് ജർമ്മനി. ബട്ട് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ജർമ്മനി കേട്ടോ. ജർമ്മനി അല്ലാതെ തന്നെ ഇതേ കോൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഓസ്ട്രിയ ഉണ്ട്, ലക്സംബർഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. സോ ഇവിടെ എവിടെയും നിങ്ങൾക്ക് ഈ ഒരു ഫ്രീ ട്യൂഷൻ ഫീ എന്ന് പറഞ്ഞാൽ ട്യൂഷൻ ഫീ വേവ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. പക്ഷേ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ഫീ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവും. അതായത് ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് 50 രൂപയാണെങ്കിൽ സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ഫീ ആയിട്ട് നമ്മളൊരു 5 രൂപ കൊടുക്കേണ്ട ആവശ്യം വരുള്ളൂ. അതാണ് അതിലുള്ളൊരു വ്യത്യാസം. സോ ഹവർ ടോട്ടലി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ട്യൂഷൻ ഫീ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട എക്സ്പെൻസ് ആണ്. ഇനി ഇത് വേവ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ വേവ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ് എങ്കിൽ ആ സ്ഥലങ്ങൾക്കുള്ള ആ ഒരു പ്രത്യേക കോളേജിൽ അല്ലെങ്കിൽ ഒരു കൺട്രിയിൽ നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ആ പ്രോസസ്സുകൾ അത്ര ഈസി ആയിരിക്കില്ല. ഇപ്പം നമ്മൾ പൈസ കൊടുത്തിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ എടുത്ത് പോകാനുള്ള സമയം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയം കൊണ്ട് എൻ്റെ പ്രോസസ്സ് ചിലപ്പം കഴിയുമായിരിക്കും. ബട്ട് അതേ സ്ഥാനത്ത് നമ്മൾ ഈ ഫ്രീ പരിപാടി നോക്കുമ്പോഴത്തേനും അത് പെട്ടെന്ന് നടക്കത്തില്ല. അത് കുറച്ചൊരു ടൈം കൺസ്യൂമിങ് പരിപാടിയാണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. സോ ട്യൂഷൻ ഫീ ഒന്നാമത്തെ സംഭവം. ഇനി രണ്ടാമത്തെ കാറ്റഗറി. ഈ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്നത് അക്കോമഡേഷൻ്റെ കോസ്റ്റാണ്. നമ്മൾ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും അവിടെ എവിടെയെങ്കിലും നമ്മളൊന്ന് താമസിക്കേണ്ടായോ? അപ്പോൾ ഈ താമസിക്കുന്ന സ്ഥലത്ത് നമ്മൾ റെൻറ്റ് കൊടുക്കേണ്ടി വരില്ലേ? അപ്പോൾ അതാണ് അവിടുത്തെ അക്കോമഡേഷൻ്റെ കോസ്റ്റ്. ഇനി ഈ അക്കോമഡേഷൻ കോസ്റ്റും എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെയാണോ? അല്ല. ഇനി ഒരു രാജ്യത്ത് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എല്ലായിടത്തെയും അക്കോമഡേഷൻ്റെ എക്സ്പെൻസ് ഒരുപോലെ ആയിരിക്കുമോ? അതുമല്ല. കാരണം നിങ്ങളിപ്പോൾ കേരളത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ. കേരളത്തിൽ നമ്മൾ കൊച്ചിയിൽ പോയി ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നതിൻ്റെ എമൗണ്ടും അതേ സ്ഥാനത്ത് നമ്മൾ വയനാട് പോയിട്ട് ഒരു വീട് റെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുണ്ടാവുന്ന എക്സ്പെൻസ് രണ്ടായിരിക്കില്ലേ? അതുപോലെ തന്നെയാണ് ഏതൊരു സ്ഥലം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ ഒരു പക്ക സിറ്റി ആയിട്ട് നിൽക്കുന്ന ഏരിയയിൽ ഉണ്ടാവുന്ന റെൻറ്റും അതുപോലെ കുറച്ച് ഉള്ളിലോട്ടുള്ളൊരു സ്ഥലമാണ് എങ്കിൽ അവിടെ ഉണ്ടാകുന്ന റെൻറ്റും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ UK പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ US പഠിക്കാൻ പോകുന്നു, കാനഡയിൽ പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പോകുന്നത് അവിടെ ഒരേ സ്ഥലത്തേക്കല്ല, പല പല സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. സോ നിങ്ങളുടെ പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം എവിടെയാണെന്നുള്ളത് നോക്കണം. അതിൻ്റെ പരിസരത്ത് ഉണ്ടാവുന്ന അക്കോമഡേഷൻ കോസ്റ്റ് എത്രയാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി അക്കോമഡേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്
വലിയ ഒരു സിറ്റി അല്ലാത്ത കുറച്ചൊരു ഉൾപ്രദേശമായിട്ടുള്ളൊരു സ്ഥലത്ത് പോയിട്ടാണ് നമ്മളൊരു യൂണിവേഴ്സിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുന്നതെങ്കിൽ അവിടെ അടി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യം, അതായത് നമുക്കൊരു തിരിച്ചടി ഉണ്ടാവാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് കുറച്ച് കുറവായിരിക്കും. കാരണം നിങ്ങൾ നിൽക്കുന്ന സ്ഥലം കുറച്ച് ഉള്ളിലേക്കുള്ള സ്ഥലമാണ്. എഗെയിൻ നമുക്ക് കേരളത്തിന് എക്സാമ്പിളായിട്ട് പറയാം, കൊച്ചിയിലുള്ള ഓപ്പർച്യൂണിറ്റീസും വയനാടുള്ള ഓപ്പർച്യൂണിറ്റീസും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അതിനൊരു ഡിഫറൻസ് ഉണ്ടാവില്ലേ? അപ്പോൾ അത് കണക്ക് നമ്മൾ എവിടെയാണോ പിക്ക് ചെയ്യണത് അതിനനുസരിച്ച് ആ ഓപ്പർച്യൂണിറ്റീസിൽ വ്യത്യാസം ഉണ്ടാവും. സോ രണ്ടാമത്തെ കോസ്റ്റാണ് ഈ അക്കോമഡേഷൻ എന്ന് പറയുന്ന കോസ്റ്റ്. ഇനി മൂന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് വിസയും ട്രാവൽ കോസ്റ്റുമാണ്. വിസയും ട്രാവൽ കോസ്റ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് രാജ്യത്തേക്ക് പോകണമെങ്കിലും ആ രാജ്യത്തേക്കുള്ള വിസ നമ്മൾ എടുക്കേണ്ടി വരില്ലേ? ആ വിസയ്ക്ക് ഒരു എക്സ്ട്രാ എക്സ്പെൻസ് നമ്മൾ കണ്ടേ പറ്റുള്ളൂ. ഇപ്പോൾ പലപ്പോഴും ഈ ജർമ്മനിയൊക്കെ ഫ്രീ എഡ്യൂക്കേഷൻ ആണ് എന്ന് പറയുമ്പോൾ കയ്യിൽ നിന്ന് 5 പൈസ ചിലവാക്കേണ്ട എന്ന് പലരും ചിന്തിക്കാറുണ്ട്. പിന്നെ പല വീഡിയോയിലൊക്കെ കേട്ട് ഈ സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ഫീ എങ്കിലും ചിലർ ആലോചിക്കും. പക്ഷേ ഈ വിസ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ കോസ്റ്റ് പലരും ചിന്തിക്കാറില്ല. വിസ നിങ്ങളുടെ കയ്യിൽ നിന്നാണ് നിങ്ങൾക്ക് ആ ഒരു എക്സ്പെൻസ് വരിക. അപ്പോൾ വിസ ഒരു എക്സ്പെൻസ് ആണ്. അതുപോലെ തന്നെ ട്രാവൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്നൊരു ഫ്ലൈറ്റ് കയറിയിട്ട് നമ്മൾ ആ രാജ്യത്തേക്ക് പോകണ്ടായോ, അപ്പോൾ ആ ട്രാവൽ കോസ്റ്റ് നമുക്ക് വരില്ലേ? സോ മൂന്നാമത്തെ നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ വിസ ആൻഡ് ട്രാവൽ കോസ്റ്റ് ആണ്. ഇനി ഫോർത്ത് എക്സ്പെൻസ് നമുക്ക് വരാൻ പോകുന്നത് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഈ ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാ കൺട്രിയിലേക്ക് പോകുമ്പോഴത്തേനും നിർബന്ധമായി എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീഗലി നോക്കുകയാണെങ്കിൽ നിർബന്ധമായി എടുത്തില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്ന രാജ്യങ്ങളുണ്ട്. പക്ഷേ നിങ്ങളൊരു കൺട്രിയിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ കാംബ്രിഡ്ജ് അഡ്മിഷൻസിലൂടെ പോകുന്ന എല്ലാവരോടും ഞങ്ങൾ പറയാറുണ്ട്, ഈവൻ ദോ അതൊരു മാൻഡേറ്ററി കാര്യമല്ല എങ്കിലും പ്ലീസ് ടേക്ക് എ ഹെൽത്ത് ഇൻഷുറൻസ്. കാരണം എല്ലാ രാജ്യങ്ങളിലും ഹെൽത്തിന് വരുന്ന എക്സ്പെൻസ്, അതായത് നിങ്ങൾക്കൊരു പനി വന്നു, ജലദോഷം വന്നു, ചുമ വന്നു, നിങ്ങളുടെ കയ്യിൽ നിന്ന് കാര്യം പോയി, അതായത് ഒരു ഡോളറിലൊന്നും നിൽക്കുന്നില്ല ഈ സംഭവം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഇത് പോയി കഴിഞ്ഞാൽ നിങ്ങളൊരു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും. ഈ ഹോസ്പിറ്റലിൻ്റെ എക്സ്പെൻസ് ഈ പുറം രാജ്യങ്ങളിൽ വളരെ കൂടുതലാണ്. അപ്പം നിങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒത്തിരി പൈസ സ്പെൻഡായി പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ദാറ്റ് വി ടേക്ക് എ ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ അവിടെ ഒരു എക്സ്പെൻസ് വന്നു. ഇനി ഹെൽത്ത് മാത്രമല്ല, നമുക്ക് വേറെ എന്തും നമുക്ക് ഇൻഷുർ ചെയ്യാം, ലൈഫ് അടക്കം ഇൻഷുർ ചെയ്യാം, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതൊക്കെ അവരവരുടെ പൈസയ്ക്ക് അനുസരിച്ച്. പക്ഷേ ഹെൽത്ത് എങ്കിലും ഇൻഷുർ ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് ഗ്രോസറീസ്. എവിടെ ചെന്ന് താമസിക്കുകയാണെങ്കിലും ഭക്ഷണം കഴിക്കേണ്ടായോ? ഭക്ഷണം കഴിക്കുമ്പോഴത്തേനും ഭക്ഷണത്തിൻ്റെ എക്സ്പെൻസ്, അതുപോലെ തന്നെ സാധനങ്ങൾ അത് ഉണ്ടാക്കാനായിട്ടാണെങ്കിൽ അത് വാങ്ങുന്ന സാധനങ്ങളുടെ എക്സ്പെൻസ്, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഫുഡ് ആൻഡ് ഗ്രോസറീസ് എന്ന് പറയാം. എപ്പോഴും പുറത്തുനിന്ന് കഴിക്കാം എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിലൊന്നും മിച്ചം പിടിക്കാൻ കാണില്ല. ഈവൻ നിങ്ങളൊരു പാർട്ട് ടൈം ജോലി കിട്ടുകയാണെങ്കിൽ പോലും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മിച്ചം പിടിച്ചിട്ട് നാട്ടിലേക്ക് അയക്കാമെന്നുള്ള പ്ലാൻ വല്ലതുണ്ടെങ്കിൽ നടക്കാൻ പോണില്ല. എപ്പോഴും നിങ്ങൾ പുറത്തുനിന്നാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ. അപ്പോൾ ചെറിയ അത്യാവശ്യം കുക്കിങ്ങൊക്കെ പഠിച്ചിട്ട് വേണം പോകട്ടോ. ഇനി ഇപ്പോൾ അത്യാവശ്യം കുക്കിംഗ് പഠിച്ച് നമ്മളവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനങ്ങൾ വാങ്ങിക്കണ്ടേ? നാട്ടിൽ നിന്ന് തന്നെ എല്ലാ സാധനങ്ങളും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ നമുക്ക് ആവില്ലല്ലോ. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ ഫുഡ് ആൻഡ് ഗ്രോസറീസ് എന്ന ഒരു ഹെഡിനടിയിൽ ഒരു എക്സ്പെൻസ് നിങ്ങൾ കണ്ടേ പറ്റുള്ളൂ. അടുത്ത് വരുന്ന സാധനം ലോക്കൽ ട്രാൻസ്പോർട്ടേഷനാണ്. നമ്മൾ ഏത് രാജ്യത്താണോ ചെന്ന് നിൽക്കുന്നത് ആ രാജ്യത്ത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും നമുക്ക് ഇവിടേക്ക് നമ്മുടെ കോളേജിലേക്ക് പോയി വരാൻ, അല്ലെങ്കിൽ നമ്മളൊരു പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടേക്ക് പോയി വരാനായിട്ട് ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരില്ലേ? ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ നമുക്ക് ടാക്സി എടുത്തിട്ട് പോവാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉപയോഗിക്കാം. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ് നമുക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് വരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈവറ്റായിട്ട് ടാക്സി എടുത്ത് പോകണം. ഇപ്പോൾ പഠിക്കാൻ പോകുന്നവരൊക്കെ പ്രൈവറ്റ് ടാക്സി എടുത്തിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് കാശ് നല്ലോണം ചിലവാകും. ബട്ട് ലോക്കൽ ട്രാൻസ്പോർട്ടേഷനിൽ നിങ്ങൾ കഴിയുന്നതും പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക. ബട്ട് അവിടെ ഒരു കോസ്റ്റ് വരും. അപ്പോൾ ആ കോസ്റ്റിൻ്റെ കാര്യവും നിങ്ങൾ കാണണം. ഞാൻ ഈ ഓരോരോ കോസ്റ്റ് പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ അടുത്ത് തന്നെ ഇപ്പോൾ കാംബ്രിയയിൽ ഈ അഡ്മിഷൻ എടുക്കാൻ വരുന്ന ആൾക്കാർ പലപ്പോഴും ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും തീരെ അവെയർ അല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതായത് അവർ ആകെ കാണുന്നത് നമ്മൾ കോളേജിലൊരു ഫീസ് അടയ്ക്കണമല്ലോ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതല്ലാതെ ബാക്കിയുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ചിന്തിക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഐ വോണ്ട് യു ടു തിങ്ക് അബൌട്ട് ദോസ് തിങ്സ് ഇൻ ഡീറ്റെയിൽ. കുറച്ച് കാര്യമായിട്ട് ആലോചിക്കൂ നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത്. ഈവൻ നമ്മുടെ ഈ ട്യൂഷൻ ഫീ പറഞ്ഞില്ലേ, ചിലരൊക്കെ വന്ന് പറയാറുണ്ട് സ്കോളർഷിപ്പ് കിട്ടുമല്ലോ, സ്കോളർഷിപ്പ് എത്രയാണ് ഞങ്ങൾക്ക് കിട്ടുക, സ്കോളർഷിപ്പ് വെച്ചിട്ട് പോകാനേ നിങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് എഗെയിൻ അതിൽ തന്നെ പല പല തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുക. നിങ്ങളുടെ മനസ്സിലുള്ളത് ഇപ്പം ഓക്സ്ഫോർഡ്, സ്റ്റാൻഫോർഡ്, പ്രിൻസ്റ്റൺ ലെവൽ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ആണ് എങ്കിൽ അതിലൊക്കെ സ്കോളർഷിപ്പ് ജസ്റ്റ് പോയിട്ട് അങ്ങ് അപ്ലൈ ചെയ്യുന്നു, അവർ
അവർ എന്നാ പിടിച്ചോ അതാ ഇത്രയും സ്കോളർഷിപ്പ് വന്നു നിങ്ങൾ ഇങ്ങോട്ട് കയറി പോരുമെന്ന്, അങ്ങനെ അല്ല അത് സംഭവിക്കുന്നത്. അതിനൊരു പ്രോസസ് ആൻഡ് പ്രൊസീജിയർ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് മുമ്പും പറഞ്ഞു തന്നിട്ടുണ്ട്, വേ ടു സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്, നമ്മുടെ തന്നെ സൈറ്റാണ്. അതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഇത്തരമൊരു യൂണിവേഴ്സിറ്റിയിലൊക്കെ സ്കോളർഷിപ്പ് കിട്ടാനുള്ളൊരു എലിജിബിലിറ്റി ലെവൽ നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഫ്രീ ടെസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോഴാണ് ഒരുപക്ഷെ ആ ടെസ്റ്റ് എടുക്കുമ്പോഴാണ് നിങ്ങളും ചിന്തിക്കുക, ഓ ഇത്രയൊക്കെ സാധനങ്ങൾ വേണമല്ലേ എന്നുള്ളത്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നിങ്ങൾ വെറുതെ ബ്ലൈൻഡായിട്ട് ഈ പലരും ഈ അഡ്മിഷൻ ഏജൻസികൾ സ്കോളർഷിപ്പ് എന്ന് പറയുന്നുണ്ട് എങ്കിലും ഈ 60% ആൾക്കും 70% ആൾക്കും 75% ആൾക്കും ഒക്കെ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ളൊരു കോൺട്രഡിക്ഷൻ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അക്കാഡമിക്കലിയും അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ബ്രില്യൻ്റായി നിൽക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ഈ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ലോ പെർസെൻറ്റേജ് ഓഫ് മാർക്കുള്ള ഒരാൾക്കും സ്കോളർഷിപ്പ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതിനെ വിളിക്കേണ്ട പേര് സ്കോളർഷിപ്പ് എന്നാണോ അതോ അവരുടെ മാർക്കറ്റിംഗ് ബഡ്ജറ്റിൻ്റെ ഒരു വിഹിതം എന്നാണോ എന്നുള്ളതും നിങ്ങൾ ചിന്തിക്കുക. സോ പ്രോപ്പർ സ്കോളർഷിപ്സ് ആണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ അതിൻ്റെ ഒരു സിസ്റ്റം തന്നെ ഡിഫറെൻ്റ് ആണ്. ഇറ്റ് റിക്വയർസ് എ പ്രോപ്പർ SOP, ഇറ്റ് റിക്വയർസ് LOR, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാലേക്കൂട്ടി നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഈ waytoscholarship.com നിങ്ങൾ കയറി ഒന്ന് നോക്കിയാൽ മതി. ആൻഡ് യു ക്യാൻ ഓൾവേസ് കോൺടാക്ട് us ഓൾസോ ടു ഗെറ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് ദോസ് തിങ്സ്. സോ ബാക്ക് ഇൻ ടു ദിസ് ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ഞാൻ പറഞ്ഞു തന്നു. ഇനി അടുത്ത് വരുന്നതെന്ന് പറയുന്നത് യൂട്ടിലിറ്റീസിനുള്ള എക്സ്പെൻസ് ആണ്. യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, അതുപോലെ ഫോൺ ബില്ല്. ഫോൺ എന്ന് പറയുന്നൊരു സാധനം നമുക്ക് ജസ്റ്റ് എക്യുപ്മെൻറ്റ് മാത്രം കയ്യിലിരുന്നിട്ട് കാര്യമില്ലല്ലോ. അവിടുത്തെ സിം എടുക്കേണ്ടി വരും, അവിടുത്തെ ലോക്കൽ അതിൻ്റെ ഇത് നമ്മൾ റീചാർജ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം നമ്മുടെ യൂട്ടിലിറ്റീസ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസിനകത്ത് പോവേണ്ടതാണ്. സോ ദിസ് ഇസ് അനദർ ഹെഡ് ഓഫ് എക്സ്പെൻസ്. പിന്നെ വരുന്നത് നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസ് ആണ്. ആ പേഴ്സണൽ എക്സ്പെൻസിനകത്ത് നമ്മൾ അത്യാവശ്യം സോപ്പ്, ചീപ്പ്, പേസ്റ്റ്, പിന്നെ വസ്ത്രങ്ങൾ, ഇങ്ങനെയൊക്കെ വാങ്ങിക്കുന്ന എക്സ്പെൻസുകളെല്ലാം കൂടി ചേർത്തിട്ട് നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു ഹെഡിനകത്ത് വരും. ഇപ്പം നമ്മുടെ അടുത്തുനിന്ന് പോയ കുട്ടികൾ അധികവും പറഞ്ഞ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതും ആ ആപ്പ് തന്നെയാണ്. മിൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്, വൈൻ ആപ്പ് ഉണ്ട്. അങ്ങനെ കുറേ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് മാനേജ് ചെയ്യാനായിട്ട് ഇത് പ്രോപ്പർലി അതിലൊക്കെ ലോഗ് ചെയ്ത് വയ്ക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. ഏതൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് എത്ര പൈസയാണ് എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ മാസം അവസാനം ആകുമ്പോഴത്തേക്കും ഒന്നും കയ്യിലില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ താടിക്കും കൈ കൊടുത്ത് ഇരിക്കേണ്ടി വരും. സോ ഇത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു ഫൈനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. പിന്നെ ഇനി അടുത്ത് വരുന്നൊരു എക്സ്പെൻസ് എന്താ അറിയോ? സ്റ്റഡി മെറ്റീരിയൽസ് ആണ്. ഈ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാൻ ആവശ്യമുള്ള പുസ്തകങ്ങളും അതുപോലുള്ള കാര്യങ്ങളും. മിക്കവാറുമുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ ഈ സ്റ്റഡി മെറ്റീരിയലിന് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ എല്ലായിടത്തും പുത്തൻ പുസ്തകം വാങ്ങിച്ചിട്ടേ നമ്മൾ ഉപയോഗിക്കുള്ളൂ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇനി പല രാജ്യങ്ങളിലും പുസ്തകങ്ങളായിട്ട് നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യവുമില്ല. കാരണം ലൈബ്രറിയിൽ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഡിജിറ്റലി ഇതെല്ലാം അവൈലബിൾ ആണ്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് പോകുന്ന സ്റ്റുഡൻസ് പലപ്പോഴും ഈ ഡിജിറ്റൽ പുസ്തകവുമായിട്ട് അവരത്ര അക്വൻറ്റൈൻഡ് അല്ല. കാരണം നമ്മൾ ഫിസിക്കൽ പുസ്തകങ്ങൾ വാങ്ങിയിട്ട് അതിൽ പഠിച്ചിട്ടുള്ള ശീലമുണ്ട്. പോസ്റ്റ് കോവിഡ് ആ കാര്യത്തിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും ചിലർക്ക് ഫിസിക്കലായിട്ടുള്ള പുസ്തകങ്ങൾ കയ്യിലുണ്ട് എങ്കിൽ മാത്രമാണ് പഠിക്കാനായിട്ടൊരു ഉത്സാഹം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആ ഒരു കാറ്റഗറിയിലുള്ള ആളാണെങ്കിൽ പതുക്കെ നിങ്ങളൊന്ന് റീട്യൂൺ ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ കുറേ പൈസ നിങ്ങൾക്ക് പോകും. എന്തായാലും കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിയേ പറ്റുള്ളൂ. പക്ഷേ അതല്ലാതെ എല്ലാ സാധനങ്ങളും, ചില കുട്ടികൾ ഈ 11ലും 12ലും ഒക്കെ ഒരുപാട് ഗൈഡ്സ് വാങ്ങി വെക്കും. എന്താവശ്യത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. ഈ എല്ലാ പുസ്തകങ്ങളും മുഴുവനായിട്ട് തുറന്നെങ്കിലും നോക്കുമോ, അതും ഉണ്ടാവില്ല. പക്ഷേ സ്റ്റഡി ടേബിളിൽ കുറേ ഇങ്ങനെ പുസ്തകങ്ങൾ ഇരിക്കുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ്. അപ്പോൾ ആ ഒരു മൈൻഡ് ട്യൂണിങ് ആണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ പുറം രാജ്യത്തേക്ക് പഠിക്കാൻ പോകുമ്പോഴത്തേനും ഇത്തരത്തിൽ നിങ്ങൾ ശീലിക്കാൻ നിന്നാൽ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. ഇനി 10ാമത്തെ ഒരു എക്സ്പെൻസ്, ഇത് പലപ്പോഴും ആളുകൾ ചിന്തിക്കാത്ത ഒരു എക്സ്പെൻസാണ്. ഏറ്റവും കൂടുതൽ ഞാൻ ആളുകൾ ചിന്തിച്ച് കാണാത്തൊരു എക്സ്പെൻസ് ഈ സംഭവമാണ്. ഇത് പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ചില രാജ്യങ്ങൾക്കെങ്കിലും ഈ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്ന സമയത്ത് വർക്ക് പെർമിറ്റിൻ്റെ ആവശ്യമുണ്ട്. ഈ വർക്ക് പെർമിറ്റ് എടുക്കാനായിട്ട് ഒരു എക്സ്ട്രാ പൈസ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ പോകുന്ന രാജ്യത്തിൽ പാർട്ട് ടൈം വർക്കിന് വർക്ക് പെർമിറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. ഇനി എല്ലാ രാജ്യങ്ങളിലും പാർട്ട് ടൈം വർക്ക് ചെയ്യാനുള്ള ഒരു സമയം, അതായത് ഒരാഴ്ചയിൽ ഇത്ര അവേഴ്സാണ് നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലി ലീഗലി ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ ആയിരിക്കില്ല. ഡിഫറെൻറ്റ് അവേഴ്സ് ആയിരിക്കും ഓരോരുത്തർക്കും ലീഗലി പോസിബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ കുറേ പേര് പോകുന്നത് പഠിക്കാനെന്ന വ്യാജേനയാണ് എങ്കിലും പാർട്ട് ടൈം ജോലി ചെയ്ത് എന്തെങ്കിലും പൈസ ഉണ്ടാക്കണം എന്ന ഉദ്ദേശിച്ച് പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പാർട്ട് ടൈം ലീഗലി ചെയ്യാൻ മണിക്കൂറുകൾ കുറവുള്ളൊരു കൺട്രിയിലേക്കാണ് പോകുന്നതെങ്കിൽ ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട്. സോ പാർട്ട് ടൈമിൽ ഇപ്പോൾ ഇവിടെ എക്സ്പെൻസിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്,
പാർട്ട് ടൈം വർക്ക് പെർമിറ്റുകൾ ആവശ്യമുള്ള കൺട്രികളുണ്ട്. ആ സ്ഥലങ്ങളിൽ വർക്ക് പെർമിറ്റിന് നമ്മൾ ഒരു എക്സ്പെൻസ് നമ്മുടെ കയ്യിൽ നിന്ന് കാണേണ്ടി വരും. ഇതെല്ലാം ഈ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അവരോട് കൃത്യമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മളെ കോണ്ടാക്ട് ചെയ്യുമ്പോഴും ഐ വിൽ ഓൾവേസ് ആസ്ക് യു ടു ആസ്ക് ഇങ്ങനത്തെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ. അല്ലാതെ യാതൊരു സെൻസും ഇല്ലാത്ത പല ക്വസ്റ്റ്യൻസും പലപ്പോഴും ആളുകളിൽ നിന്ന് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സെൻസിബിളായിട്ട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം. അത് ഞങ്ങളോടൊന്നല്ല, വേറെ ആരോട് നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും പ്ലീസ് ആസ്ക് ദോസ് സെൻസിബിൾ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ 10 എക്സ്പെൻസുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഓക്കെ, 10നെ കുറിച്ച് പറയുമെന്നാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയതും. ബട്ട് 11ാമത്തെ ഒരു സാധനം എനിക്ക് പറഞ്ഞു തരാനുള്ളത് അത് നിങ്ങൾ കാണേണ്ട ഒരു സാധനമാണ്. അതായത് അത് വേണ്ടി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടി വരാം. അതേതാണ്? എമർജൻസി ഫണ്ടാണ്. ഈ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത എന്തോ ഒരു സാധനം നമുക്ക് വന്ന് ഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ആ ഒരു ഫണ്ടിനെയാണ് നിങ്ങൾ എമർജൻസി ഫണ്ടായിട്ട് കാണേണ്ടത്. അത് അധിക അവസ്ഥയിലും ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും എടുത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ എമർജൻസി ഫണ്ട് നമുക്ക് ഈ ആശുപത്രി കാര്യങ്ങൾക്കാണ് പലപ്പോഴും ചിലവാക്കേണ്ടി വരിക. അപ്പോൾ നിങ്ങളവിടെ ഒരു എമർജൻസി ഫണ്ട് കാണുക. പിന്നെ എന്താണ് സംഭവിക്കുക അറിയില്ല, ഏത് രാജ്യത്ത് എപ്പോൾ സംഭവിക്കുന്നു എന്ന് ആർക്കറിയാം. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു എമർജൻസി ഫണ്ട് നിങ്ങൾ കാണുക. ഇനി വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ചിലർ ആദ്യമേ തന്നെ വീട്ടുകാരോട് പറയും, നിങ്ങളിനി എനിക്കൊന്നും അയച്ചു തരേണ്ട ഒരാവശ്യവുമില്ല, എന്നെ അങ്ങോട്ടേക്ക് കയറ്റി വിട്ടാൽ മാത്രം മതി, ബാക്കി ഞാൻ അങ്ങോട്ട് നോക്കിക്കോളും. ഇനി അവിടെ ചെന്നിറങ്ങിയതിന് ശേഷം അവർക്ക് കഞ്ഞി കുടിക്കാനുള്ള പൈസ ഇപ്പോഴും കൺവെർട്ട് ചെയ്ത് ഡോളേഴ്സായിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കുന്ന പാരൻസിനെ എനിക്കറിയാം. ഈ സിറ്റുവേഷൻ പലപ്പോഴും സംഭവിക്കുന്നത് യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയാതെ ചുമ്മാ കുറേ സ്വപ്നലോകത്തെ സംഭവങ്ങളെല്ലാം കൂടി കണ്ട് നേരെ അങ്ങ് പോയി ഇറങ്ങുന്നവർക്കാണ്. പോയി ഇറങ്ങുന്ന എല്ലാവർക്കും അങ്ങനെ ഇങ്ങോട്ട് വായോ പാർട്ട് ടൈം ജോലി ഇതായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ താരത്തിൽ കൊണ്ട് ആരും തരാനൊന്നും പോണില്ല. നമ്മൾ ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് ഇടേണ്ടി വരും. അപ്പോൾ അൺനെസസറി ആയിട്ടുള്ള കുറേ ചിന്തകളൊക്കെ മനസ്സിൽ കയറ്റിക്കൊണ്ട് നിങ്ങൾ പോകരുത്. എവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. നിങ്ങളിപ്പം ജീവിക്കുന്ന കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങളെ തന്നെ പുറത്തെടുത്ത് എറിയേണ്ടി വരും. അതൊരു ജാതി എറിയലായിരിക്കും. അപ്പോൾ ആ ഒരു സാധനത്തിലൂടെ കടന്നു പോയാൽ മാത്രമേ നിങ്ങൾ വിചാരിക്കുന്ന ഒരു സക്സസ്സിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാവണം. എനി കൺഫ്യൂഷൻസ് ദാറ്റ് യു ഹാവ്, വി ആർ ഓൾവേസ് ദെയർ വിത്ത് യു. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിനെ കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ യു ക്യാൻ കോൺടാക്ട് സ്ട്രീറ്റ്സ് അക്കാഡമി. നിങ്ങൾക്ക് അഡ്മിഷൻസിൻ്റെ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ദർ ഇസ് കാംബ്രിയ അഡ്മിഷൻസ്. നിങ്ങൾക്ക് പ്രോപ്പർ സ്കോളർഷിപ്സ് നേടിയിട്ട് Tier 1 യൂണിവേഴ്സിറ്റികളിലേക്ക് പോകണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ waytoscholarship.com. സോ ഇതെല്ലാം നിങ്ങളുടെ മുമ്പിലുണ്ട്. വെൽ ഇൻഫോംഡ് ആയിട്ട് ഡിസിഷൻസ് എടുത്തിട്ട് മുമ്പോട്ട് പോവുക. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.